ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റഷാസ് വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മക്കളെ കൂട്ടിയിട്ട് ഞാനൊന്ന് പാർക്കിലേക്ക് പോവാണ് കേട്ടോ. സാധാരണ അവർ ഒറ്റയ്ക്കാണ് പോകാറുള്ളത്. അപ്പോൾ ഞാനിന്ന് മക്കളുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആ പാർക്കിൻ്റെ മുമ്പിലതായി ഒരു ഡൊണേഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ടോയ്സൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് ആവശ്യമുള്ളവർക്ക് അവർ കൊടുക്കും കേട്ടോ. പിന്നെ മിക്ക വീടുകളുടെ മുമ്പിലും ഇതേപോലത്തെ ബോട്ടുകളും ഒക്കെ നിർത്തിയിട്ടുണ്ടാവും. ഇത് ആവശ്യ സമയത്ത് അവരങ്ങനെ വണ്ടിയിൽ കിട്ടി അങ്ങനെ കൊണ്ടുപോകാറാണ് ചെയ്യാറ്. അപ്പോൾ കുറേ കാണാറുണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഒന്നേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പാർക്ക് എത്തിക്കഴിഞ്ഞത് പൊന്നൂസ് ഒരൊറ്റ ഓട്ടാണ് കേട്ടോ അകത്തേക്ക്. ഇത് ഹിത്മി പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഖത്തറിലുള്ളൊരു പാർക്കാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു പാർക്ക് വരുന്നത്. സാധാരണ വൈകുന്നേരമൊക്കെയാണ് വരാറുള്ളത്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാവും കേട്ടോ. ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഇവിടെ ഒരു കുട്ടി പോലും ഇല്ല കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നടക്കാൻ വരുന്നവരൊക്കെ നടക്കാനൊക്കെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ 2-3 പേരുണ്ട് എന്നല്ലാതെ വേറെ ഒരാളും ഈ ഒരു പാർക്കിൽ കളിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് സുഖമായിട്ട് എല്ലാ ഇതിലും കയറിയിട്ട് അവർക്ക് ഇഷ്ടം പോലെ കളിക്കാം. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ തണൽ നോക്കിയിട്ട് ഞാനും വലിയ മോളും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരമൊക്കെ. അതിനുശേഷം പിന്നെ നമുക്ക് അവരെ കൂടെയൊക്കെ ഒന്ന് പോകേണ്ടി വരും. കാരണം കുറേ നേരമൊന്നും അവർക്ക് ഒറ്റയ്ക്ക് അങ്ങനെ കളിക്കാൻ പറ്റില്ല. അങ്ങനെ നല്ലൊരു പാർക്കാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്കുള്ള കളിക്കാനുള്ള എല്ലാ ഏരിയയും ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ അവരിങ്ങനെ ഊഞ്ഞാലിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കാത്ത് നിൽക്കും കേട്ടോ രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ. കാരണം നല്ല കുറേ കുട്ടികളുണ്ടാവും. ഇനിയിപ്പോൾ ഇവർ ഇരുന്നാൽ തന്നെ കുട്ടികൾ വന്നിട്ട് തരുമോ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇവർക്ക് ഫ്രീ ആയിട്ടിരുന്ന് ഊഞ്ഞാലാടാം. നോക്കിയപ്പോൾ ഒരു കുട്ടിയും കൂടിയും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് വേറെ കാരവൻ്റെ പോലത്തെ വേറൊരു സംഭവം, അതായത് ബോട്ടിൻ്റെ പോലത്തെ വേറൊരു സംഭവം. ഇതും ഇതേപോലെ കാടുകളിൽ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അവർ അവിടെ താമസിക്കുകയാണ് കേട്ടോ, സ്റ്റേ ചെയ്യാണ്. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. ഇവിടെ നിറയെ ചെടികളും അതായത് മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ പൊന്നൂസ് സ്ലൈഡ് ചെയ്യേണ്ട സ്ഥലത്ത് കൂടെയാണ് കയറുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ അവളുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ അവൾക്ക് കിട്ടിയ ചാൻസ് ആണല്ലോ. ഇപ്പോൾ രാവിലെ പോയ മറ്റേ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അവൾ ഇങ്ങനെ ഓരോ സ്ലൈഡിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കയറി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു എൻജോയ്മെൻറ്റാണ് കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ശരിക്കും മുറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ജസ്റ്റ് റൂമിൽ മാത്രം അടങ്ങിയിരിക്കണ്ടേ. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എൻജോയ്മെൻറ്റാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ പാർക്കിൽ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് നടക്കാനൊക്കെ ഇറങ്ങി മോളുടെ കൂടെ. അപ്പോൾ പൊന്നൂസും കൂടിയിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് കളിക്കുന്നത് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ സ്ലൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ കുറേ പൂച്ചകൾ ഉണ്ടാവും കേട്ടോ. സാധാരണ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഫാമിലീസും കാര്യങ്ങളും ഫുഡൊക്കെ കൊണ്ടുവരും അവർ. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടാവും. ഇവരൊക്കെ പാരൻസൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഓരോ ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് അതിനൊക്കെ ഒന്ന് നടക്കുകയാണ് കേട്ടോ. ഞാൻ രാവിലെ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. സാധാരണ കുറച്ച് ദിവസം മുമ്പ് വരെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരതൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും വളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീണ്ടും അത് വളർത്തിക്കൊണ്ട് വരികയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ആ ഒരു ഫോട്ടോസൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം. കുട്ടികൾ അവിടെ കളിക്കുന്ന സമയത്ത് നമുക്കിതിനെ നടക്കാം, അതുപോലെ സ്കേറ്റിംഗ് ചെയ്യാം. കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂട്ടറൊക്കെ കൊണ്ട് വരാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ. നല്ല രസമാണ്. നമ്മുടെ നാട്ടിലും ഇതേപോലെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ആഗ്രഹിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് ദിവസം മുമ്പ് വരെ ഇതേപോലെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം പുതിയ വിശേഷങ്ങളുമായിട്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇതേപോലെ വീടിൻ്റെ തൊട്ടടുത്ത് ഇതേപോലെ പാർക്കുകൾ വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.